ഇന്ന് ഒരു നാച്ചുറൽ ഹെയർ ഡൈ എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡൈ ആണിത്. നല്ല സൂപ്പർ ഡൈ, കരിഞ്ജീരകം മാത്രം ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു ഡൈ ആണ്. ഇത് തേച്ചിട്ടുണ്ടെങ്കിൽ മുടി നല്ല സമർത്ഥമായിട്ട് വളരും, നല്ല പോലെ തഴച്ച് വളരുകയും ചെയ്യും, മുടി നല്ല കരിക്കട്ട കളറാകുകയും ചെയ്യും. ഉണ്ടോ? ഇത് ഉണ്ടാക്കാനും എളുപ്പമുണ്ട്, പെട്ടെന്ന് പരിപാടിയും കഴിക്കും, മുടിയും നീളവും മുടി കറുത്തും വരും. ഇതൊന്ന് ആഴ്ചയിൽ 2 ദിവസം വെച്ച് തേച്ചാൽ മതി. എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. എണ്ണമഴുക്കുള്ള സാധനമാണ്, കരിഞ്ജീരകം മാത്രം മതി. എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇരുമ്പ് ചീഞ്ചട്ടി ആണെങ്കിൽ ഏറ്റവും നല്ല കേട്ടോ, ഇത് ഇരുമ്പാണേ. ഇതിലേക്ക് കരിഞ്ജീരകം, ഒരു 3 സ്പൂൺ കരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. അത് നല്ല പോലെ ഫ്രൈ ആക്കി എടുക്കുക. കരിഞ്ജീരകം എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ്. മരിക്കാൻ പോണതിന് മാത്രം കൊള്ളൂല എന്നാണ് പറയണത്. ബാക്കി എല്ലാ കാര്യത്തിലും മരണം പിടിച്ചു നിർത്താൻ പറ്റില്ല. എണ്ണ കാച്ചി തലയിൽ തേക്കാം, കാലുവേദനയ്ക്ക് തേക്കാം, കൈവേദനയ്ക്ക് തേക്കാം, ഉള്ളിൽ കഴിക്കാൻ നല്ലതാണ്. നല്ല പോലെ ഫ്രൈ ആക്കി എടുക്കാം. എപ്പോഴും നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ഉപയോഗിക്കാൻ നോക്കുക. അല്ലാത്ത ഡൈ നമുക്ക് മേടിക്കാൻ കിട്ടും, അത് മേടിച്ച് എളുപ്പത്തിൽ തേച്ചാൽ കുറേ നാൾ നിൽക്കും. പക്ഷേ ഇതാണെങ്കിൽ സ്ഥിരം തേച്ചോണ്ടേ ഇരിക്കണം. എന്നാലും നമ്മുടെ തലയ്ക്കും തലമുടിക്കും ഒന്നും ഒരു കേട് വരില്ല, മുടി നല്ല പോലെ സമൃദ്ധമായിട്ട് വളരുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മുടി ഈ കരിഞ്ജീരകം ഉപയോഗിച്ച് എണ്ണയോ കരിഞ്ജീരകം ഉപയോഗിച്ച് തലയിൽ തേക്കണ പായ്ക്ക ഉണ്ടാക്കിയാൽ മുടി കറുക്കുകയും ചെയ്യും, മുടി നല്ല പോലെ വളരുകയും ചെയ്യും. ഇത് പൊട്ടി പൊട്ടി അതിൻ്റെ ഇതൊന്ന് ഫ്രൈ ആവണം. ഈ എള്ള് ഒക്കെ പോലെ ഇരിക്കണം ഈ കരിഞ്ജീരകം. എള്ളിനേക്കാളും കുറച്ചും കൂടെ ചെറുതാന്നുള്ളൂ, ചെറിയത്. ഇനി നമുക്ക് തീ കടത്തി വെച്ചിട്ട് ഇത് ചൂടാറിയിട്ട് പൊടിച്ചെടുക്കാം. കുറച്ച് ചൂടാറിയിട്ട് ചെറിയൊരു ചൂടോടെ പൊടിക്കുകയാണെങ്കിൽ നല്ല പോലെ പൊടിഞ്ഞ് കിട്ടും. തീ കടത്തിയിട്ടുണ്ട്. ഓക്കെ, ചൂടാക്കാം. കരിഞ്ജീരകം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എവിടെ പൊടിച്ചെടുക്കട്ടെ കേട്ടോ. ഈ കരിഞ്ജീരകം ഞാൻ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തു. ചായവെള്ളം ഒന്നും വേണ്ട, ഇത് നമ്മൾ പച്ചവെള്ളം മാത്രം ഒഴിച്ചാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നല്ല പോലെ തിളപ്പിച്ച്, ഇപ്പം തന്നെ നല്ല കറുത്ത കളറുണ്ട്, തിളപ്പിച്ച് നല്ല പോലെ കുറുക്കിയെടുക്കാം. ചായവെള്ളം ഒഴിച്ചും ഉണ്ടാക്കാം, പച്ചവെള്ളം ഒഴിച്ചും ഉണ്ടാക്കാം, എങ്ങനെ വേണേലും നമുക്ക് ഉണ്ടാക്കാം. ഓരോ സമയത്തും ഓരോ രീതിയിലാണ് നമ്മൾ ഡൈ ഉണ്ടാക്കുന്നത്, നാച്ചുറലായിട്ടുള്ള ഡൈ. ഇത് തേച്ചാൽ തലമുടി നല്ല കറുത്ത് വരും, നല്ല തഴച്ചും വളരും. കരിഞ്ജീരകം കൊണ്ട് ഡൈയും കരിഞ്ജീരകം കൊണ്ട് ഓയിലും എന്ത് ചെയ്താലും മുടിക്ക് നല്ല ഹെൽത്ത്. എൻ്റെ മുടിയുണ്ടല്ലോ എന്നും പണ്ടുള്ളത്ര മുടി തന്നെ ഇപ്പോഴും ഉണ്ട്. ചിലർക്കൊക്കെ ഒരുപാട് മുടിയുള്ളവരില്ലേ, മുടി കണ്ട് കല്യാണം കഴിച്ചെന്നൊക്കെ പറയണ കേൾക്കുമ്പോഴേ കെട്ടിയന്മാർ ഇവിടെ വന്ന് കഴിഞ്ഞ് ഒന്ന് പ്രസവിച്ച് കഴിയുമ്പോഴത്തേനും മുടി മുഴുവനും ഊരിപ്പോയെന്ന് പറയുന്നത്. എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ
അതിനെ എന്നെ കെട്ടിക്കൊണ്ട് വരുമ്പോൾ അതിൻ്റെ കല്യാണം കഴിഞ്ഞാണ് അവർക്കൊരു കൊച്ചുണ്ടായിരുന്നാണ്. ആ മുടി ഊരിപ്പോയിട്ട് ഇപ്പോൾ ഉണ്ടല്ലോ അറ്റത്ത് ഈ ഇച്ചിരിയേ ഉള്ളൂ, ഈ തോളിൻ്റെ ഒപ്പത്ത് മാത്രം എന്തോരം മുടി ഉണ്ടായിരുന്നെന്നോ. നമ്മൾ ഇതുപോലത്തെ ഒക്കെ തേക്കുമൊക്കെ ആണെങ്കിൽ മുടി അത് എന്ന് ജോലിക്ക് പോകുക, അല്ലെങ്കിൽ പിന്നെ ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുത്തേനായിരുന്നു തേക്കാൻ പറഞ്ഞത്. ഇന്ന് ജോലിക്ക് പോകണം, കടയിൽ സൂപ്പർ മാർക്കറ്റിൽ പോവുക, അല്ലെങ്കിൽ ഞാനിങ്ങനത്തെ ഹെയർ ഡൈയും ഹെയർ പാക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തതിൻ്റെ മുടിയൊന്ന് നേരെയാക്കി എടുത്തേനായിരുന്നു. എനിക്ക് അങ്ങനെയൊക്കെ തേക്കണം കൊണ്ടായിരിക്കും എനിക്ക് എന്നും അന്നുള്ളത്ര മുടി തന്നെ ഇപ്പോഴും ഉണ്ട്. നല്ല പോലെ നോക്കുവാണെങ്കിൽ മുടി നല്ല പോലെ നീണ്ടു വരും. എനിക്ക് അത്ര ഉള്ളു തന്നെയുണ്ട് ഇപ്പോഴും. അതായത് ഒരുപാട് ഊരിപ്പോയില്ല എന്നാണ് അതിനർത്ഥം. നമ്മൾ തലമുടീനെ നോക്കണ പോലെ ഇരിക്കും. നമുക്ക് ഏകദേശം അരിക്കുന്നുണ്ട്. കറുത്ത് നല്ല കട്ട കറുപ്പല്ലേ നോക്ക്. ഇത് തേക്കുമ്പോൾ കയ്യിൽ ഒരു ചിമ്മിക്കൂടോ എന്തെങ്കിലും കവറോ ഇട്ടിട്ട് കൈ കൊണ്ട് ഇങ്ങനെ വാരിയിട്ട് ഇങ്ങനെ മുകളിൽ നിന്ന് തൊട്ട് താഴെ വരെ അങ്ങ് ഊർത്തി അങ്ങ് തേച്ചാൽ മതി കേട്ടോ. എന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ കഴുകിക്കളയാവുള്ളൂ. ആയിക്കൊണ്ട് നമുക്ക് ഇനി തീ എടുത്ത് വയ്ക്കാം. ഇനി ചൂടാറിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് നരച്ച ഭാഗത്ത് തേച്ചാൽ മതി കൂടുതലും. ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമ്മുടെ മുടിയെ തേക്കാൻ കുറച്ച് സാധനം മതി. ഇത്ര ലൂസിലുണ്ടാക്കുവാണെങ്കിൽ കുറച്ച് സാധനം മതി, അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ കൂടുതൽ വേണം. ഇത് ചൂടാറിയിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. അതുകൊണ്ടോ നല്ല കട്ട കറുപ്പായില്ലേന്ന്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇത് ഇച്ചിരി ലൂസാക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ തലയിൽ തേക്കണ എണ്ണയില്ലേ, അത് എണ്ണ ഒഴിച്ചൊന്ന് ലൂസാക്കിയാൽ മതി. അതിൻ്റെ ആവശ്യമില്ല. കൈ കൊണ്ട് വാരി തേച്ച് കൈ കൊണ്ട് വാരി ഇങ്ങനെ നല്ല പോലെ ആ വെളുത്തിരിക്കുന്ന മുടിയിൽ നല്ല പോലെ അങ്ങ് തേച്ചാൽ മാത്രം മതി. മുടി നല്ല കട്ട കറുപ്പും ആവും, നല്ല തഴച്ചും വളരും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.